നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്പലത്തിൽ നിന്ന് വന്ന പിന്നെ ഞാനും ഗിരിയെ കണ്ടിട്ടില്ല. ഞാനൊന്ന് നോക്കട്ടെ. ഐ എം സോറി. മാപ്പ് പറയേണ്ടത് സുമിതയല്ല, ഞാനല്ലേ. ഐ എം സോറി സുമിത, റിയലി റിയലി സോറി. താൻ എനിക്ക് വെച്ച് നീട്ടിയത് എന്റെ ജീവനാണ്. അത് തിരിച്ചറിയാതെ എത്ര മോശമായിട്ടാണ് ഞാൻ നിന്നോട് പ്രതികരിച്ചത്. എത്ര മോശപ്പെട്ട പ്രതികരണമാണെങ്കിലും ഗിരി അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല. നടന്നതിലൊന്നും എനിക്ക് പരാതിയോ ദേഷ്യമോ ഒന്നുമില്ല. ഉണ്ടെങ്കിൽ അത് കുറച്ച് സങ്കടം മാത്രം. അത് പതിയെ മാഞ്ഞു പൊക്കോളൂ. താഴെ എല്ലാവരും ഗിരി അന്വേഷിക്കുന്നുണ്ട്. അങ്ങോട്ട് വരില്ലേ? ഞാനിപ്പോ വരാട്ടോ. ആ ശരി. എന്തായി? എന്താവാൻ, ഒക്കെ ഇനി ഗീതയുടെ കയ്യില. ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. അവരെ പൊളിച്ചെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എപ്പ തുടങ്ങണമെന്ന് പറഞ്ഞാ മതി. നല്ല കാര്യങ്ങൾ വച്ചു താമസിപ്പിക്കാൻ പാടില്ലെന്നല്ലേ? തുടങ്ങിക്കും. അത് ഞാൻ അറിഞ്ഞായിരുന്നല്ലോ. സനമോളെ, പിന്നെ എന്തിന്റെ വിശേഷം? എങ്ങനെയുണ്ട് ശ്രീനിഷിന്റെ വീട്ടിലെ ജീവിതമൊക്കെ? കുഴപ്പമൊന്നുമില്ല ആന്റി, അങ്ങനെയൊക്കെ പോന്നു. ആ നോക്കട്ടെ, നല്ല നെക്ലസ് ആണല്ലോ. നല്ല എടുപ്പുണ്ട്. ഇതെവിടുന്ന് സനമോളെ വാങ്ങിയത്? അമ്മേ, ഈ മാല എവിടുന്നാ വാങ്ങിയത്? ഓ അതോ, അത് പിന്നെ വളരെ നല്ല സെലക്ഷൻ ആട്ടോ. അത് പറയാതെ വയ്യ. എന്താ ഒരു ഭംഗി. അല്ല, ഇത് ബാംഗ്ലൂരിന്നാണോ വാങ്ങിയത്? അല്ല, അത് സൗപർണിക ജ്വല്ലറിന്ന് വാങ്ങിയതാ. അത് ഇവിടുത്തെ ഒരു ലോക്കൽ ജ്വല്ലറി അല്ലേ? അതെ, അത് ശ്രീയുടെ വീടിനടുത്തുള്ള കൊച്ചു ജ്വല്ലറിയാ. എന്താ ആന്റി? ഇതുപോലുള്ള ബ്രാൻഡഡ് ഡിസൈൻസ് ഒക്കെ അങ്ങനെയുള്ള തട്ടിക്കൂട്ട് ജ്വല്ലറികളിൽ കിട്ടുമോ? ബ്രാൻഡഡ് ജ്വല്ലറിയോ? ഇതോ? ഈശ്വര, ആണോ അമ്മ? അല്ല, അത് അല്ലെന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവുന്നേ? ഇത് സ്റ്റാർ ചോയ്സ് ബ്രാൻഡിന്റെ എക്സ്ക്ലൂസീവ് ഡിസൈനാ. ഇതൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ട വലിയ വലിയ ജ്വല്ലറികളിൽ മാത്രമേ കിട്ടൂ. സംശയം ഉണ്ടെങ്കിൽ ആരോട് വേണമെങ്കിലും ചോദിക്കാലോ. അനുരാധേ, ഒന്നിങ്ങോട്ട് വന്നേ.
അതെ, ഇത് സ്റ്റാർ ചോയ്സുകാരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻ ആണല്ലോ. അതാർക്കാ അറിയാത്തത്? സുമിതയുടെ അമ്മ ഇത് സ്റ്റാർ ചോയ്സുകാരുടെ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിയതായിരിക്കും. അല്ലാതെ എങ്ങനെ കിട്ടാനാ? അതിന് സ്റ്റാർ ചോയ്സുകാരുടെ ഷോപ്പൊന്നും കേരളത്തിലില്ലല്ലോ. അത് വാങ്ങാൻ ബാംഗ്ലൂർ വരെയെങ്കിലും പോകണ്ടേ? എന്താ ശ്രീ സംഭവിക്കുന്നേ? അമ്മ അത് എവിടുന്ന വാങ്ങിച്ചേ? എനിക്കറിയില്ല ചേച്ചി. ഞങ്ങൾക്ക് ആർക്കൊന്നും അറിയില്ല. ഇങ്ങനൊരു നെക്ലേസ് അമ്മ വാങ്ങിയത് തന്നെ രാവിലെ വന്നപ്പോഴാണ് അറിയുന്നത്. എന്താ എല്ലാരും കൂടി ഇവിടെ വന്ന് നിൽക്കുന്നേ? ഒന്നുമില്ലമ്മേ. ദേ, ഈ മാലയെ ചൊല്ലി ഉണ്ടായ ഒരു ചെറിയ കൺഫ്യൂഷൻ, അത്രേ ഉള്ളൂ. ഒരു കൺഫ്യൂഷനും ഈ കാര്യത്തിൽ വേണ്ട. സ്റ്റാർ ചോയ്സുകാരുടെ ഈ ഡിസൈന് 10 ലക്ഷം രൂപ അടുപ്പിച്ച് വില വരും. പിന്നെ ഈ മാല ലോക്കൽ ജ്വല്ലറിന്ന് വാങ്ങാൻ കിട്ടില്ല. അതേതായാലും 100% ഉറപ്പാ. ഗീത പറഞ്ഞത് വളരെ ശരിയാ. ഇതിന്റെ വില ഏകദേശം അത്രയും വരും. എന്റെ അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ടി ഞങ്ങൾ സ്റ്റാർ ചോയ്സുകാരുടെ ബാംഗ്ലൂരിലെ ഷോറൂമിൽ പോയാ വാങ്ങിയത്. ഇനി അങ്ങനെ ലോക്കൽ ജ്വല്ലറിന്ന് വാങ്ങിയെന്നുണ്ടെങ്കിൽ ഇന്നലെ വാങ്ങിയതിൽ എന്തോ തട്ടിപ്പുണ്ട്. എന്ത് തട്ടിപ്പ്? നോക്കട്ടെ, ഇപ്പൊ പറയാം. സനിമോളെ, ആ മാലയൊന്നും ഇങ്ങോട്ട് ഊരിത്തന്നെ. ഊരിത്തരാനോ? എന്തിന്? ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. മോളെ, നീ ആ മാല ഇങ്ങോട്ടൊന്ന് ഊരിത്തന്നെ. ഇത് ഒറിജിനലാണോ തട്ടിപ്പാണോ എന്ന് ഇപ്പൊ തന്നെ നോക്കാലോ. ആരെങ്കിലും കയ്യിലെടുത്ത് നോക്കിയാ വെയിറ്റിന്റെ വ്യത്യാസം കൊണ്ട് ഇത് സ്വർണ്ണമല്ലെന്ന് അറിഞ്ഞിരിക്കും. പിന്നെ കൊളുത്ത് സ്വർണ്ണമാലയുടേതല്ല, ചെറിയ അക്ഷരത്തിൽ കടയുടെ പേര് എഴുതിയിട്ടുണ്ട്. അയ്യേ, ഇത് കണ്ടോ? ഡാൻസിന്റെ ഓർണമെന്റ്സ് ഒക്കെ പോലെയുണ്ട്. ഇങ്ങി തന്നെ, ഞാനൊന്ന് നോക്കട്ടെ. ഇതെന്താ എഴുതിയിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഒന്ന് വായിച്ചേ. സൗപർണിക 1 ഗ്രാം ഗോൾഡ്. അയ്യേ, അക്ഷയ തൃതീയക്ക് മുക്കുപണ്ട് കൊടുക്കോ? അയ്യേ, എന്തൊരു നാണം കെട്ട പ്രവൃത്തിയായി പോയത്. ഇവരെ കണ്ടാ തോന്നുന്നു ഇങ്ങനെ മോശത്തരം കാണിക്കുന്ന ടീമാണെന്ന്. ഒടുവിൽ സ്വന്തം നിലവാരം നിങ്ങൾ കാണിക്കുക തന്നെ ചെയ്തു. മിഡിൽ ക്ലാസ്സുകാരാണെന്നും ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന ആളുകളല്ലെന്നും ഞങ്ങൾക്ക് പണ്ടേ അറിയാമായിരുന്നു. പക്ഷെ അതിന്റെ കൂടെ ചതിയും വഞ്ചനയും കൂടി കൈമുതലായി ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കുടുംബക്കാരായി പോയി. ഇല്ലെങ്കിൽ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക വേണ്ടത്. തുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത കൂട്ടങ്ങള്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.